ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്ക് പോവുകയാണ്. വൈഷ്ണയ്ക്ക് മത്സരിക്കാം എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. മുട്ടട വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വൈഷ്ണയ്ക്ക് മത്സരിക്കാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. ശ്യാം ദേവരാജ് ഉണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, ഇപ്പോൾ വൈഷ്ണയുടെ വാദങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി കേട്ടിരുന്നു. ഇപ്പോൾ വോട്ട് നീക്കിയ നടപടി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണല്ലേ? ആര്യ, അങ്ങനെ തന്നെയാണ്. വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകും. മുട്ടട വാർഡിൽ നിന്ന് തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാകും. വോട്ട് നീക്കിയ നടപടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഈ വൈഷ്ണയുടെ ഈ ആക്ഷേപം ശരിവെച്ച് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനുള്ള തീരുമാനവും കൂടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. വൈഷ്ണ നൽകിയ ആക്ഷേപം ശരിവെച്ച ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. നേരത്തെ അതിനകത്ത് വ്യക്തമാക്കിയിരുന്നത് മുട്ടട വാർഡിൽ സ്ഥിരതാമസം അല്ല എന്ന കാരണത്താൽ വൈഷ്ണയുടെ പേര് നീക്കം ചെയ്യുന്നു എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്ത നടപടിക്കെതിരെയാണ് നേരത്തെ തന്നെ ഹർജിക്കാരി വൈഷ്ണ ഹൈക്കോടതി അടക്കം സമീപിച്ചത്. ഇതിൽ മുട്ടടയിലെ വോട്ട് ഒഴിവാക്കാം, അതായത് അന്വേഷണ റിപ്പോർട്ടിന്റെയും രേഖകളുടെ അടിസ്ഥാനത്തിൽ വൈഷ്ണവ് ഉന്നയിച്ച ആക്ഷേപം നിലനിൽക്കുന്നതായി ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ വൈഷ്ണ SLന്റെ വോട്ട് ഒഴിവാക്കാമെന്നായിരുന്നു നേരത്തെ തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ ഇത് പിന്നീട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തുകയായിരുന്നു. ഹൈക്കോടതിയുടെ കർശനമായൊരു നിർദ്ദേശവും കൂടി ഇതിലുണ്ട്. ഇതിൽ പറയുന്നത്, ഒരു പ്രദേശത്തെ സാധാരണ താമസക്കാരിയാണെങ്കിൽ വാസസ്ഥലം മാറുന്നില്ല എങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹരാണ്. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനം നൽകുന്ന വീട്ടു നമ്പരോ ഉടമസ്ഥാവകാശമോ വാടക കരാറോ ഒന്നും ഇതിലേക്ക് ആവശ്യമായ രേഖകളല്ല. എന്നാൽ ഇതിന്റെ അന്തസ്സത്ത ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഉൾക്കൊണ്ടിട്ടില്ല. അതായത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് പിഴവ് പറ്റി എന്നാണ് ഇതിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈഷ്ണയുടെ ആക്ഷേപം സ്വീകരിക്കാത്ത ചീഫ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നടപടി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ റദ്ദാക്കുകയാണ്. മാത്രമല്ല, വൈഷ്ണ SLന്റെ പേര് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ 27ാം വാർഡായ മുട്ടടയിലെ പാർട്ട് നമ്പർ 5 വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കുന്നതിനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശവും നൽകുന്നത്. ഇത് സംബന്ധിച്ച് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇന്ന് തന്നെ ഈ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി ഇന്നലെ കർശനമായ നിർദ്ദേശം കൊടുത്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രീതിയിലുള്ള ഒരു വിശദമായ വാർത്താക്കുറിപ്പ് അടക്കം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വൈഷ്ണയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. തിരുവനന്തപുരത്തെ UDFനെ സംബന്ധിച്ചും ആശ്വാസകരമാണ്. തിരുവനന്തപുരത്തെ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ SL. അവിടെ വൈഷ്ണയ്ക്ക് മത്സരിക്കാനാവില്ല എന്നതായിരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെട്ടതിനാൽ വന്നു ചേർന്ന സാഹചര്യം. പക്ഷേ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ഇലക്ട്രൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകുന്നു. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അതിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ ആക്ഷേപം അംഗീകരിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവഴി വ്യക്തമാക്കുന്നത് ഈ 27ാം വാർഡായ മുട്ടടയിലെ പാർട്ട് നമ്പർ 5 വോട്ടർ പട്ടികയിൽ പേര് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. ഇതനുസരിച്ച് സ്വാഭാവികമായും വോട്ടർ പട്ടികയിൽ പേര് വന്നതിനാൽ വൈഷ്ണയ്ക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനാകും. ആ നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ നാമനിർദ്ദേശ പത്രിക അനുസരിച്ച് മത്സരിക്കാനുമാകും. UDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വൈഷ്ണയെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും ആശ്വാസകരമാകുന്ന നിലപാടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. അക്കാര്യമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നത്. ഈ വോട്ട് നീക്കിയ നടപടി റദ്ദാക്കിയിരിക്കുന്നു. ഇക്കാര്യം, ഈ തീരുമാനം
നാളെ ഈ വൈഷ്ണയുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. വൈഷ്ണയുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ചിൽ ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത തീരുമാനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിഭാഷകൻ നാളെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. സ്വാഭാവികമായും വൈഷ്ണയുടെ ഹർജിയിലെ ആവശ്യം അംഗീകരിക്കപ്പെട്ട സ്ഥിതിക്ക്, ആ ഹർജിയിലുള്ള തീരുമാനമായ സ്ഥിതിക്ക് ആ ഹർജിയിലെ എല്ലാ നടപടിക്രമങ്ങളും നാളെ തന്നെ ഹൈക്കോടതി അവസാനിപ്പിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ സമാനമായ ആവശ്യം ഉന്നയിച്ച് അവിടുത്തെ മേയർ സ്ഥാനാർത്ഥിയായ VM വിനു ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ തിരിച്ചടിയാണ് ഫലമെങ്കിൽ മുട്ടടയിലെ വൈഷ്ണയ്ക്ക് UDF സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുള്ള കളമൊരുങ്ങുന്നു, അരങ്ങൊരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ഹൈക്കോടതി അതിന്മേൽ VM വിനുവിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ നിരീക്ഷിച്ച ഒരു കാര്യം, വൈഷ്ണയുടെ പേര് ഈ കരട് വോട്ടർ പട്ടികയിലും ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. അങ്ങനെ കരട് വോട്ടർ പട്ടികയിൽ നിന്നാണ് വൈഷ്ണ ഒഴിവാക്കപ്പെട്ടത്. അങ്ങനെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വൈഷ്ണയുടെ പേര് ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി. ശ്യാംദേവരാജ് തുടരുക. റോഷിപാൽ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, കല്ലായിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായെങ്കിലും ഇതാ മുട്ടടയിൽ ഇപ്പോൾ കോൺഗ്രസിന് വലിയ ആശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ വ്യാജ വോട്ടെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ധനേഷിന്റെ വാദങ്ങളൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുകയാണല്ലേ? തീർച്ചയായും ധനേഷിന്റെ എല്ലാ വാദങ്ങളും പരാതികളും പൂർണ്ണമായും തള്ളുന്നു. അതിനപ്പുറത്തേക്ക് നേരത്തെ ശ്യാംദേവരാജ് പറഞ്ഞതുപോലെ ഈ ഇലക്ടറൽ ഓഫീസർക്ക് രൂക്ഷ വിമർശനം കൂടിയുണ്ട്. നേരത്തെ കോടതിയുടെ നിരീക്ഷണത്തിന് സമാനമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഏകപക്ഷീയമായിട്ടാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്നും വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തത് എന്നാണ്. അങ്ങനെ ഒരു കണ്ടെത്തലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായത്. ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ ഈ പരാതിയിൽ ആവലാതിക്കാരിയായ വൈഷ്ണ കൊണ്ടുവന്ന രേഖകൾ അത് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ, അവരുടെ ഭാഗം കൃത്യമായി കേൾക്കാതെ ഏകപക്ഷീയമായി വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തു എന്നത് വലിയ വിഷയമാണ്. അത് വലിയ വിഷയമാക്കി അത് UDF ഉയർത്തിക്കാട്ടും. അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന രീതിയിൽ UDF ഉയർത്തിക്കാട്ടും. പ്രചാരണത്തിന് അത് UDF ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉത്തരവിൽ തന്നെ അങ്ങനെ ഒരു പരാമർശമുള്ളത് അത് UDFന് ഗുണകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യഘട്ടം മുതൽ തന്നെ UDF നേതാക്കൾ പറയുന്നുണ്ട് മുട്ടടയിൽ വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. അങ്ങനെ ആ ഭരണത്തിന്റെ സ്വാധീനം വെച്ചുകൊണ്ട്, ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചുകൊണ്ട് വൈഷ്ണയുടെ പേര് നിയമവിരുദ്ധമായി നീക്കം ചെയ്തു എന്നായിരുന്നു UDF ഉന്നയിച്ച ആരോപണം. ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഉത്തരവ്. എത്രയും പെട്ടെന്ന് പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കണമെന്ന നിർദ്ദേശം കൂടിയുണ്ട്. മാത്രവുമല്ല, അത് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയതിനു ശേഷം ഈ കാര്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ കൂടിയാണ് ഈ ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയ നിർദ്ദേശം. ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനമായി ഇതിനെ കാണേണ്ടി വരും. മുട്ടട LDFന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ വെല്ലുവിളി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ KSU നേതാവായ വൈഷ്ണവെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അങ്ങനെ അവിടെ ഇത്രയും വലിയ വിവാദങ്ങൾ വന്നത് ഗുണകരമെന്ന വിലയിരുത്തൽ. ഒടുവിൽ മത്സരിക്കാനുള്ള അവസരം ലഭിച്ചു. ഈ വിവാദം വന്നപ്പോഴും സ്ഥാനാർത്ഥിയെ മാറ്റാതെ വൈഷ്ണവയ്ക്ക് ഒടുവിൽ മത്സരിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന കണക്കുകൂട്ടൽ തന്നെയായിരുന്നു UDFന്. ആ കണക്കുകൂട്ടൽ ശരിവെക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും പരാമർശങ്ങളുമായിരുന്നു. ഹൈക്കോടതിയുടെ ഒറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ വോട്ടർ പട്ടികയിലേക്ക് തിരികെ വൈഷ്ണവയ്ക്ക് എത്താൻ സാധിക്കുന്നതും. അതുകൊണ്ട് ഏറ്റവും നിർണായകമായത് അതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ്. റോഷിപാൽ, ഹിയറിംഗിന് ശേഷം ധനേഷ് മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. ഇപ്പോൾ ഈ പുതിയ തീരുമാനത്തിൽ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? LDFന്റെയും പരാതിക്കാരുടെയും ഒക്കെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഏതായാലും ഏറെ വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ പരാതിക്കാരനായ ധനേഷിന്റെ പ്രതികരണം വരുമെന്ന് കണക്കുകൂട്ടുന്നു. ശക്തമായ പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് ധനേഷിന്റെ നിലപാട്. കാരണം വൈഷ്ണവ് അവിടെ താമസിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്ക് അവിടെ വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് ഉണ്ടായി എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഏതായാലും ഇനി തീരുമാനം വന്ന സ്ഥിതിയിൽ ഇതിൽ ഇനി പരാതിക്കാരൻ്റെ തുടർ നിലപാട് എന്താണത് പ്രസക്തമാണ്. അതിനപ്പുറത്തേക്ക് വൈഷ്ണവയുടെ പ്രതികരണം അല്പസമയത്തിനകം വരും. ആത്മവിശ്വാസത്തോടെ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ UDFന്റെ നിർദ്ദേശപ്രകാരം പ്രചാരണത്തിൽ സജീവമാണ്. ഇന്നലെ തന്നെ ഹൈക്കോടതിയുടെ തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇങ്ങനെ പ്രചാരണത്തിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെയൊക്കെ വളരെ സജീവമായി തന്നെ വൈഷ്ണവ പ്രചാരണ രംഗത്തുണ്ട്. അങ്ങനെ UDFന് പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. ഇനി ഏറെ വൈകാതെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന നടപടികൾ ആരംഭിക്കും. കാരണം മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. അതുകൊണ്ട് ഒരുപക്ഷെ നാളെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് സാധ്യത. ഇതിൽ ഇനി പരാതിക്കാരൻ
തുടർ നടപടി എന്താണ്? പരാതിക്കാരൻ ഇനി മേൽക്കോടതിയെ സമീപിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അപ്പീലുമായി പോകുമോ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. ഏറെ വൈകാതെ തന്നെ നമുക്ക് പരാതിക്കാരൻ ഇനി മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും മെയ്യിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതായും വൈഷ്ണവ് ഇപ്പോൾ തന്നെ കമ്മീഷനെ അറിയിച്ചിട്ടുമുണ്ട്. അക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ കമ്മീഷന് ബോധ്യമായിട്ടുമുണ്ടല്ലോ. ഒപ്പം തന്നെ വോട്ടർ പട്ടികയിൽ TC നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയത് കോർപ്പറേഷന്റെ തെറ്റാണ് എന്ന വാദം തന്നെയായിരുന്നു വൈഷ്ണവ് ഉയർത്തിയിരുന്നതും. അക്കാര്യം എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും ബോധ്യമായ സാഹചര്യത്തിലായിരിക്കുമല്ലോ പുതിയ തീരുമാനം. ഇതിൽ ഏറ്റവും പ്രധാനം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയായിരുന്നു. ഹൈക്കോടതിയിൽ ഹർജി നൽകിയപ്പോൾ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൽ തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയുടെ അധികാരം ഉപയോഗിക്കുമെന്നാണ്. വൈഷ്ണക്ക് വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് നീക്കം ചെയ്യാൻ പാടില്ല എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഹിയറിംഗിലൂടെ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് വീണ്ടും ഉൾപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്ന സാഹചര്യത്തിൽ മറിച്ചൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോകാൻ സാധിക്കില്ലെന്ന് ഉറപ്പാണ്. ഏതായാലും വളരെ വിശദമായ ഒരു വൈഷ്ണയുടെ വോട്ട് നീക്കിയ നടപടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വലിയ ആശ്വാസമാണ്. വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ഇതിനോടകം തന്നെ പ്രചരണ പരിപാടികളുമായി വൈഷ്ണ മുന്നോട്ട് നീങ്ങുകയാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു വൈഷ്ണ. എന്തായാലും വൈഷ്ണയെ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന് വലിയ ആശ്വാസമാണ്. മുട്ടട ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് കേന്ദ്രമായി തന്നെ മാറുകയാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ പോരിനൊടുവിൽ മുട്ടടയിൽ വലിയ ആശ്വാസമാണ്. റോഷിപാൽ തുടരുന്നുണ്ട്. റോഷിപാൽ, ഇപ്പോൾ പുതിയ വോട്ടർ പട്ടികയിൽ വൈഷ്ണവിയുടെ പേര് ചേർക്കൽ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒരു രൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ചട്ടം ലംഘിച്ചു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. അതിൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. കൃത്യമായി വൈഷ്ണയുടെ ഭാഗം കേട്ടില്ല എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. വൈഷ്ണയുടെ ഭാഗം കേൾക്കാതെ എതിർകക്ഷി ബോധിപ്പിച്ച ആക്ഷേപത്തിന്മേൽ ഹർജിക്കാരി ഹാജരാക്കിയ രേഖകൾ പരിഗണിക്കാതെ ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും ഏകപക്ഷീയമായി, അതാണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്, ഏകപക്ഷീയമായി വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തു എന്നതാണ്. ഈ കാര്യത്തിലാണ് ഈ ഇലക്ടറൽ ഓഫീസർക്ക് എതിരെയുള്ള വിമർശനം ഉണ്ടാകുന്നത്. അങ്ങനെ വൈഷ്ണയെ കേൾക്കാതെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഈ ചുമതലയുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എത്തിയത്. മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ എടുത്ത നടപടി, അതിന്മേൽ നൽകിയ അറിയിപ്പും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തുന്നു. അതിൽ ഏകപക്ഷീയം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഭാഗം കേൾക്കാതെ ഈ ഹർജിക്കാരൻ്റെ പരാതി അല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അതേപടി സ്വീകരിച്ചുകൊണ്ട് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തു. വൈഷ്ണവ് ഉന്നയിച്ച വാദങ്ങൾ അത് കേട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശവും അങ്ങനെയുള്ള കണ്ടെത്തലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അത് പ്രസക്തമാകുന്നതും. അത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ആയുധം കൂടിയായിരിക്കും ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പരാമർശങ്ങൾ. അത് എന്തുകൊണ്ടാണ് ഏകപക്ഷീയമായ നിലപാടിലേക്ക് ഇലക്ടറൽ ഓഫീസർ എത്തിയത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം അത് രാഷ്ട്രീയ പ്രേരിതം എന്നത് UDF കണ്ടെത്തും. ആദ്യം മുതൽ തന്നെ UDF അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതാണ്. അതുകൊണ്ട് UDFന്റെ ആരോപണത്തിന് ശക്തി പകരുന്ന ഒരു ഉത്തരവ് കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മുട്ടടയിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോർപ്പറേഷനിൽ ഒട്ടാകെ ഈ പ്രചരണം UDF നേതൃത്വം നടത്തും. തെരഞ്ഞെടുപ്പ് ഇലക്ടറൽ ഓഫീസറുടെ നടപടി ഏകപക്ഷീയം, ചട്ടലംഘനം എന്നത് വലിയ വിഷയമാക്കി UDF ഉയർത്തിക്കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. റോഷിപാൽ സൂചിപ്പിച്ചത് തന്നെയാണ്, വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഇത് UDF മാറ്റും എന്നതിൽ തർക്കമില്ല. റോഷിപാൽ, LDF ശക്തി കേന്ദ്രമാണെങ്കിൽ കൂടിയും റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് മത്സരിക്കാമെന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുന്നത്.